ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ബോധ്യപ്പെടുത്താത്തതിൽ കടുത്ത നടപടികളുമായി ഹൈക്കോടതി. ഓഡിറ്റിനെ അടിസ്ഥാനമാക്കി എല്ലാ രേഖകളും ദേവസ്വം ബോർഡ് 2 ദിവസത്തിനകം ഹൈക്കോടതിയിൽ ഹാജരാക്കണം. ബോർഡോ അംഗങ്ങളോ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ദേവസ്വം ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. വിശദമായ കണക്ക് നൽകാൻ 3 ആഴ്ച കൂടി സാവകാശം വേണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യം തള്ളിയാണ് ഹൈക്കോടതിയുടെ കടുത്ത നടപടി. 1 ദിവസത്തെ പരിപാടിയുടെ കണക്ക് നൽകാനായി 3 മാസത്തിലധികം സമയം നീട്ടി നൽകി. എന്നിട്ടും കൃത്യമായ കണക്കും രേഖകളും നൽകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരിയല്ലാത്ത വിവരങ്ങൾ ഓഡിറ്റിന് നൽകിയത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ കോടതിക്ക് നിശബ്ദമായി നോക്കിയിരിക്കാനാവില്ല. ദേവസ്വം ബോർഡ് കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. ബോർഡോ അംഗങ്ങളോ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെങ്കിൽ കടുത്ത നടപടിയെടുക്കും. സ്വതന്ത്ര ഓഡിറ്റർ സംശയങ്ങൾ ഉന്നയിച്ചുപോയെന്നും ബോർഡ് എന്ത് മറുപടി നൽകിയെന്നും ഹൈക്കോടതി അറിയിക്കണം. കണക്കുകളിലെ വ്യക്തത ഹൈക്കോടതിക്ക് ബോധ്യപ്പെടണം. ഓഡിറ്റിന് അടിസ്ഥാനമാക്കിയ എല്ലാ ബില്ലുകളും വൗച്ചറുകളും കരാറുകളും ദേവസ്വം ബോർഡ് കോടതിയിൽ ഹാജരാക്കണം. ഭക്തരുടെ സംഭാവനകൾ സ്വീകരിക്കാനായി തുടങ്ങിയ ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിന്റെ സമ്പൂർണ്ണ സ്റ്റേറ്റ്മെന്റും മാർച്ച് 5-നകം ഹാജരാക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.